ഓടരുതമ്മേ ആളറിയാം എന്ന ഈ ചിത്രത്തിലെ സംഭാഷണങ്ങൾ അതിരുവിടുന്നു എന്ന പരാതിയുമായി സന്മാർഗ സംഭാഷണ ചതുരനും കേരളത്തിലെ സാംസ്കാരിക മണ്ഡലത്തിലെ ഉജ്ജ്വല നായകനുമായ EP ജയരാജൻ രംഗത്തെത്തിയിരിക്കുകയാണ്. അമ്മയായാലും അച്ഛനായാലും പൊതുവേദിയിൽ സംസാരിക്കേണ്ടത് എങ്ങനെയാകണം എന്ന് വിവരിച്ച അദ്ദേഹം അതിന് തന്റെ മുൻകാല പ്രസംഗങ്ങൾ തന്നെ ഉദാഹരണമാക്കി. സിനിമാ രംഗത്തുള്ളവരെല്ലാം പരസ്പരം നല്ലതുപോലെ സഹകരിച്ച് പ്രവർത്തിക്കും. സിനിമാ രംഗത്തെ പ്രധാനികൾ ചേരിതിരിഞ്ഞോ അല്ലാതെയോ പരസ്പരം ആക്ഷേപങ്ങളും പ്രത്യാരോപണങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉന്നയിച്ച് ഈ അന്തരീക്ഷം ഒരു കലുഷിതമാകുന്നത് തീർച്ചയായും ഗുണകരമായിരിക്കില്ല. ഈ റിപ്പോർട്ടിനെ കുറിച്ച് CBI കുറിച്ച് എന്താ പറയാ? പോടാ പുല്ലെന്നല്ലേ പറയാ? മര്യാദ പറയോ? എന്ത് CBI ആണോ ഇത്? ഞാൻ ഈ CBI കുറിച്ച് പോടാ പുല്ലേ CBI എന്ന് പറഞ്ഞു. 2 ദിവസം നമ്മുടെ TV-കാരനെ മറിഞ്ഞു പിടിച്ചു പോടാ പുല്ലേ എന്ന് പറഞ്ഞു. ശരിയാണോ? അപ്പൊ ഞാൻ പറഞ്ഞു പോടാ പുല്ലേ എന്ന് പറഞ്ഞ വല്ല തെറ്റാണ്, പോടാ കൊരങ്ങെന്ന് പറഞ്ഞ പിന്നെ അവധൂല്ലല്ലോ. ആരും ആരെയും വേദനിപ്പിക്കരുത്. നമുക്കൊന്നും നേടാനില്ല. അതുകൊണ്ട് നമ്മൾ നല്ല വാക്കുകളും നല്ല പ്രയോഗങ്ങളിലൂടെ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ ധന്യരാകും. നമ്മുടെ പ്രശസ്തി വർദ്ധിക്കും. അധികാരം നഷ്ടപ്പെട്ടപ്പോൾ ഉമ്മൻചാണ്ടി ഇന്നൊരു മാനസിക വിഭ്രാന്തിയിലാണ്. എന്താണ് പറയുന്നത് എന്ന് ഉമ്മൻചാണ്ടിക്ക് പോലും നിശ്ചയമില്ല. ആ വിഭ്രാന്തിയിൽ നിന്ന് കോൺഗ്രസിന്റെ പക്വതയാർന്ന നേതാക്കൾ ആ വിഭ്രാന്തിയിൽ നിന്ന് ഉമ്മൻചാണ്ടിക്ക് മോചനം കൊടുക്കാൻ എന്തെങ്കിലും ഉപദേശിക്കുകയോ ഇല്ലെങ്കിൽ കുളിച്ച് മുടിചീകാതെ നടക്കുന്ന തലയിൽ കുറച്ച് വെണ്ണ വെച്ചു കൊടുക്കുകയോ ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പം ഞാൻ നിങ്ങളോട് അല്ലെങ്കിൽ ഏത് വിഷയത്തെക്കുറിച്ചും മോശമായൊരു പ്രതികരണം നടത്തുമ്പോൾ എൻ്റെ വാക്കുകളും അതിൻ്റെ ഇതും ജനങ്ങളിൽ മോശമായ പ്രതികരണം സൃഷ്ടിച്ചാൽ അത് എന്നെക്കുറിച്ചുള്ള മതിപ്പ് കുറയാനിടയാണ്. ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരുടെ ജീവൻ കൊണ്ടൊരു പന്താടാൻ നിങ്ങൾ സമ്മതിക്കില്ല. അവരുടെ വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്താൻ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള വ്യക്തിത്വമില്ലാത്ത കേരള രാഷ്ട്രീയത്തിലെ നപുംസകങ്ങളെ ഈ കേരളം തിരിച്ചറിയും. പരസ്പരം ആക്ഷേപിക്കാതിരിക്കുക. നമ്മളെല്ലാം ഉപയോഗിക്കുന്ന പദങ്ങളും വാക്കുകളും മറ്റുള്ളവരെ വേദനിപ്പിക്കരുത്. അത് എല്ലാവരും കാണേണ്ട ഒരു വിഷയമാണ്. എല്ലാവരും സഹകരിച്ചുകൊണ്ട് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കണം. അതിനുള്ളൊരു പൊതു അന്തരീക്ഷം സൃഷ്ടിക്കണം. ഈ കേരള രാഷ്ട്രീയത്തിലെ വൃത്തികെട്ട ഒരു വക്രബുദ്ധിയുള്ള വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാഷ്ട്രീയ നേതാവെന്ന് പറയപ്പെടുന്ന ആളായി ഉമ്മൻചാണ്ടി. ആരും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കണം. എല്ലാവർക്കും അവരുടേതായ ഒരു വ്യക്തിത്വമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും. പിണറായി വിജയൻ നടന്ന വഴിയിലൂടെ നടന്നു പോകാൻ ഉമ്മൻചാണ്ടി 100 ദിവസം കുളത്തെ കുളിച്ചിട്ട് വരണം. അകലാനല്ല, അടുക്കാൻ ശ്രമിക്കണം. അതാണ് നമ്മുടെ മലയാള സാഹിത്യത്തിനും മലയാളക്കരക്കും മലയാളത്തിലെ സാമൂഹ്യ രംഗത്തുമൊക്കെ ഒരു ചലനാത്മകമായ ഗുണകരമായ വശം സൃഷ്ടിച്ചെടുക്കുക. ഒരു യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ പോത്തുകളുണ്ട്. പോത്ത് കോൺഗ്രസ് എന്നാ പറ്റിയ പേര്. പോത്ത് കോൺഗ്രസ്. വല്ലതും വായിച്ച് വിവരമുണ്ടാക്കാൻ നോക്ക്. കാക്കി കുളിച്ച് കോൺഗ്രസിന്റെ കൊടിയും പിടിച്ച് നടക്കുന്ന അവസരത്ത് എന്തെങ്കിലും വായിച്ച് വിവരമുണ്ടാക്കും. പൊതുവെ കോൺഗ്രസിൽ വിവരമില്ലാത്തവരാണ്. എന്നാൽ യൂത്ത് എന്ന് പറയുന്നത് തീരെ വിവരമില്ലാത്തതാണ്.